നമ്മളെ ഈ കോണ്ടെക്സ്റ്റ് എന്താണ്? എം മണി ഉലത്തൽ എന്ന് പറഞ്ഞു, മറുഭാഗത്ത് ഡീൻ കുര്യാക്കോസ് പുലയാട്ട് എന്ന് പറഞ്ഞു. ഏതാ കടുപ്പുള്ള വാക്ക്? ഉലത്തൽ എന്നല്ല മാത്രമല്ല പറഞ്ഞു, എന്താ പറഞ്ഞേ? ഷണ്ടൻ എന്ന് പ്രയോഗിച്ചു. ഷണ്ടത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഷണ്ടത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വാഭാവികമായി ഉപയോഗിക്കുന്നില്ലേ? എനിക്ക് പറയാലോ, ഞാനിവിടെ പറയാൻ തയ്യാറാണ്. ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളെ രാഷ്ട്രീയ ഷണ്ടൻ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതേസമയം പുലയാട്ടോ രാഷ്ട്രീയ ഷണ്ടൻ എന്നല്ല പറഞ്ഞ, ഷണ്ടൻ. ആയിക്കോട്ടെ, ഇനി ഷണ്ടൻ തന്നെ ആണെങ്കിൽ തന്നെ പുലയാട്ടാണോ ഷണ്ടനാണോ? അല്ലല്ല, ഷണ്ടൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കും, വികലാംഗൻ നമ്മൾ പറയില്ല, അതൊരു പുലയാട്ടം എന്ന് പറയുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സമുദായത്തിനെ കുറിച്ച്. രണ്ടുപേരും വേറെ ഗ്രൂപ്പ്, ഞാൻ വേറെ ഗ്രൂപ്പ്. നമ്മളൊരു വിഷയം ചർച്ച അതന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാനത് പറഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഒരു സമുദായത്തെ സംബന്ധിച്ച ഒരു തെറ്റായ പദപ്രയോഗമായിട്ട് നമ്മൾ ഇന്ന് അതിനെ കാണുന്നുണ്ട്. അതുപോലും തെറ്റാണ് എന്നാണ് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു ഔദാര്യത്തിനല്ലല്ലോ മണി നിൽക്കുന്നത്. എന്ന് പറയുന്നത് നോക്കൂ, VS അച്യുതാനന്ദൻ ആയിക്കൊള്ളട്ടെ, M മണി ആയിക്കൊള്ളട്ടെ, ആ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറേയധികം നേതാക്കളുണ്ട്. അവരൊക്കെ തന്നെയും സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിൽ നിന്ന്, ഈ പറയുന്ന ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് കേരളത്തിൽ ജനാധിപത്യം പറിച്ചു നട്ട ആളുകളാണ്. ഇപ്പം നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിക്കേണ്ടായി കെ സുധാകരനെയൊക്കെ നിങ്ങൾ മണിയുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത്? ഇന്നലകളിലെ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിലില്ലാതെ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ്സിലേക്ക് വന്ന് പുലഭ്യം പറച്ചിലും തെറിയഭിഷേകവും കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളാണ് കെ സുധാകരൻ. അതുപോലെയാണോ M മണി എന്ന് പറയുന്നത് രാഷ്ട്രീയ? എൻ്റെ സമയം ആയിക്കോട്ടെ, പക്ഷേ ഇത് തെറ്റായ ആരോപണം പറയരുത്. ഞാൻ കെ സുധാകരനെ M മണിയും താരതമ്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അടുത്തിടെ കെ സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവന എത്ര എന്താണ് ആഘാതശക്തിയോടുകൂടി ചർച്ച ചെയ്തു. സുധാകരനെയും മണിയെയും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലല്ല, കണക്ട് ചെയ്തല്ല. നമ്മളൊരു പൊളിറ്റിക്കൽ സ്പിയറിൽ ആ പറയുന്ന ഈ കെ സുധാകരൻ പറഞ്ഞാലും PC ജോർജ് പറഞ്ഞാലും M മണി പറഞ്ഞാലും ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം ഇത്ര മാത്രമാണ്. അതിനകത്ത് M മണിയുടെ രാഷ്ട്രീയ പാരമ്പര്യമോ കെ സുധാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ PC ജോർജ് ഇതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. PC ജോർജിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും എൻ്റെ വിഷയമല്ല. ഒരു പൊതു സദസ്സിലും പൊതുസമൂഹത്തിലും ആ ആളുകൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ആ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഉയരാൻ എല്ലാവരും ശ്രമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡിഗ്രി അളക്കുകയല്ല വേണ്ടത്. M മണി സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ച പോലെ അത്തരം പ്രതികരണങ്ങൾ ഈ കോൺഗ്രസിൽ നിന്നും ഈ പറഞ്ഞ മാതിരി ആണത്തം കാണിക്കുന്നൊക്കെ പറയുന്നെങ്കിൽ സ്ത്രീകളെ ദുരുപദിഷ്ടമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പെമ്പിളെ ഒരുമയ സമരക്കാരെ അവർ അവിടെ പോയിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആ സമരം നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രയോഗം, അതുപോലെ KK രമയെ പറഞ്ഞത് വിധവയായത് വിധി മാത്രം എന്ന നിർവികാരമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു രാഷ്ട്രീയ നേതാവിന് ആളുകളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിർവികാരതയോടെ അല്ലെങ്കിൽ ഇത്ര ക്രൂരമായിട്ടാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തോടെ എങ്ങനെയാണ് അദ്ദേഹം സമീപിക്കുന്നത്? തനിക്ക് ഒരു പിഴവ് പറ്റിയാൽ ആ പിഴവ് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്നോട് തന്നെ അന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അത് ആഘോഷിക്കാൻ ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു, അതെടുത്ത് ആഘോഷിക്കാൻ. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇവിടെ തിരുത്തലിൻ്റെ കാര്യമാണ്. അതിൽ പാർട്ടി നോക്കേണ്ടതില്ല. അദ്ദേഹത്തിന് വലിയ ചരിത്രമുണ്ടാകാം, വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം, അവിടെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അപ്പുറത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണ്ടേ? അല്ലല്ല, അതിനകത്ത് സ്മൃതി പറഞ്ഞതിനകത്തൊരു തെറ്റുള്ളത് ഞാൻ വിചാരിക്കുന്നത്, ഈ എന്നെ അപമാനിച്ചപ്പോൾ അതിനെ എടുത്ത് ആഘോഷിച്ചൊരു വലിയ വിഭാഗം എന്ന് എങ്ങനെയാ സോഷ്യൽ മീഡിയയിൽ ഒരു ക്രൗഡൊക്കെ വരികയും ആ ക്രൗഡ് ചില കാര്യങ്ങൾ പറയുകയും അതിനൊന്നും വലിയ വിഭാഗമായിട്ടൊന്നും കാണുകയും ഞാൻ ഈ സമൂഹത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ആ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ല, സ്ത്രീ വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നവർക്ക് വലിയ കയ്യടി കൊടുക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നത്, അതാരെങ്കിലും പറഞ്ഞേൽപ്പിക്കുന്നതാണോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ അനുഭവമുള്ളതാണ് ഞാൻ പറഞ്ഞത്. വലിയ രൂപത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അത് അവരാണ് ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരല്ല ഭൂരിപക്ഷം. അതുകൊണ്ടാണല്ലോ ഇവിടെ പലർക്കും തിരുത്തേണ്ടി വരുന്നത്. അവരാണ് ഭൂരിപക്ഷം എന്നൊന്നും കരുതുന്നില്ല. വലിയ രീതിയിൽ തിരുത്തലുകൾ നടക്കുന്ന കാലമാണ്. ഈ കാലത്ത് നടത്തേണ്ട പ്രതികരണങ്ങളല്ല ഈ കാലത്തിന് പറ്റിയൊരു നേതാവാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞല്ലോ അല്ലേ? നോക്കൂ, നിങ്ങൾക്ക് ഈ വിഷയം എടുക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊണ്ടുവരുന്നു. അതായത് ഉലത്തലും പുലയാട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഷണ്ടനും പുലയാട്ടും തമ്മിലുള്ള ഒരു താരതമ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴേക്കും ഈ പറയുന്ന രണ്ട് വാക്കുകളിൽ
അതിനൊരു ന്യായീകരണം കിട്ടാൻ വേണ്ടി ഒരു റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ പഴയ കാലത്തേക്ക് പോയി എം എം മണി പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും അതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായും എം എം മണി അതിനകത്ത് ക്ഷമാപണം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി അതിനെ തിരുത്തുകയോ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പി സി ജോർജും കെ സുധാകരനൊന്നും ഇവിടെ വരേണ്ട ആളുകളേ അല്ല. അവർ വേറെ എവിടെയോ ദൂരെ നിൽക്കുന്ന ആളുകളാണ്. അവിടെ മണിയെ പ്രതിഷ്ഠിക്കാനുള്ള രണ്ടാമത്തെ ശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞു, മണി എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ, ഞാൻ വി എസ് അച്യുതാനന്ദനുമായ അഭിമുഖം നടത്തുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ നിലയിൽ നിങ്ങൾ, വി എസ് അച്യുതാനന്ദനും ഈ നിലയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ലതിക സുഭാഷിനെ വി എസ് അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായിരുന്നു അത്. നോക്കൂ, അത് ശരിയാണ് എന്നുള്ളതല്ല. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ കർഷക തൊഴിലാളികൾ വൈകുന്നേരം 7 മണി വരെ പണിയെടുത്ത് അവർ വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് അന്തർദേശീയവും പ്രാദേശികവും സാർവദേശീയവും ഒന്നും കേൾക്കാനല്ല അവർ വന്ന് നിൽക്കുന്നത്. അവർ വന്ന് നിൽക്കുന്നത് അവരുടെ ഭാഷയിൽ വർത്തമാനം പറയാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ നാടൻ ഭാഷകൾ ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ശരീരമിളക്കിയുള്ള പ്രസംഗ രീതികൾ അവലംബിക്കുന്നത്. ആ നിലയിലാണ് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കുക, എം എം മണിയും സമാനമായ വിധത്തിൽ വലിയ നിലയിൽ ശരീരമിളക്കിയും വലിയ നിലയിൽ പ്രയോഗങ്ങൾ നടത്തിയൊക്കെയാണ് അവിടുത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ളത്, അവിടുത്തെ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അതിനകത്ത് ഒരു വാക്ക് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ വാക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? പി സി ജോർജിനെയും കെ സുധാകരനെയും ചകല ചണ്ട് ഭണ്ഡാരങ്ങളെയും വിളിച്ച് ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പഴയ കുറേ കാര്യങ്ങൾ റിട്രോസ്പെക്റ്റീവിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക്, ഇവിടെ ഞാനതാ ചോദിച്ചത്, ഡീൻ കുര്യാക്കോസിൻ്റെ പുലയാട്ട് നമുക്ക് പ്രശ്നമല്ല, അതേസമയം മണിയുടെ ഷണ്ടൻ നമുക്ക് പ്രശ്നമാകുന്നു. അത് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണത്. ആ രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള പ്രയോഗങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. ഒരാൾ തുടർച്ചയായി ചെയ്യുന്നത് വിമർശിക്കപ്പെടില്ലേ? ഒരാൾ തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആരാ വിമർശിക്കുന്നതിനെതിരെ ആരാണ്? ഇപ്പൊ നമ്മുടെ തന്നെ മാധ്യമത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ വരുന്നത്, രാവിലെ മുതൽ വരുന്നത് എന്ന് വെച്ചാൽ അധിക്ഷേപ പരാമർശം ആര് നടത്തിയെന്നാണ് നമ്മുടെ പേര് എം എം മണി നടത്തിയെന്നാണ് വരുന്നത്. അതേസമയം നമ്മൾ മറ്റത് കാണാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സ്വഭാവമാണ്. നമ്മളെല്ലാം തന്നെയും മനോരമയുടെ കുഞ്ഞുങ്ങളാണ് ഒരു പരിധിവരെ. ആ നിലയിൽ നമ്മൾ മനോരമയുടെ കുഞ്ഞുങ്ങളായി ആവർത്തിക്കപ്പെടുകയാണ് ഓരോ സമയവും, ഓരോ കോണ്ടെക്സ്റ്റിലും എന്നുള്ളതാണ് എൻ്റെ വിമർശനം. Meet the editors.